ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. സമയമൊക്കെ കണ്ടല്ലോ. ഇത്തരം സമയങ്ങളിലാണ് ഇതില്ലാത്ത ബുദ്ധിയിൽ അനാവശ്യമായി ചിന്തകൾ ഉദിക്കാറുള്ളത്. സുഭാഷ് അവളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഫസ്റ്റ് ഓൾ ഒരു അഡ്വൈസ് തരാം. അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളെ വെറുതെ അതിലോട്ട് വലിച്ചു വയ്ക്കാൻ നിൽക്കരുത്. ഇതുപോലത്തെ പണിയുണ്ട്. ഇനി ചിലവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ആർട്സും ക്രാഫ്റ്റൊക്കെ ഉള്ള ചാനൽ ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ. ആക്ച്വലി കുക്കിംഗ് ഈസ് ഓൾസോ ആൻ ആർട്ട് എന്നാണല്ലോ പ്രമാണത്ത് പറഞ്ഞിരിക്കുന്നത്. എവിടെ ഇപ്പോൾ ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയണവരോട് ഗൂഗിൾ ആൻഡ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നോ മോർ കൺഫ്യൂഷൻസ്. ഓക്കെ, നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ പിന്നെ ഈ പേപ്പറും സീസേഴ്സൊക്കെ യൂസ് ആക്കിയിട്ടല്ലേ. അപ്പം അതിൽ നിന്നൊരു ചെറിയ ചേഞ്ചും പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോന്ന് ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് എൻ്റെ സ്കില്ല് കിച്ചണിലൊന്ന് പ്രയോഗിച്ച് നോക്കിക്കൂടാന്നൊരു തോന്നലുണ്ടായത്. പക്ഷേ ഇതൊരു ഒന്നൊന്നൊരു തോന്നലായിപ്പോയി, ഒരാവശ്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ കിച്ചണിൽ കാലെത്തിയപ്പോൾ തന്നെ എൻ്റെ ഒരാൾ കിച്ചണിൽ രാജിവെച്ച് പോയിട്ടുണ്ട്. ഐശ്വര്യമല്ലേ ഞാൻ ഇറങ്ങിപ്പോയത് എന്നൊക്കെ കുറേ ഡീമോട്ടിവേഷൻസ് നമുക്ക് വരും. ബട്ട് നെവർ മൈൻഡ്. പിന്നെ ഞാൻ കിച്ചണിൽ കയറുന്നത് ആണ്ടിലൊരിക്കലും മാത്രം നടക്കുന്ന ഒരു മഹാസംഭവം ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഉമ്മി പ്രത്യേകിച്ച് എതിർപ്പൊന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് 2 കാര്യമാണ്. ഫസ്റ്റ് വൺ, ഒരു കാര്യത്തിനും എന്നെ വിളിച്ചു പോയരുത്, ഒറ്റയ്ക്ക് ചെയ്തോണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ആ കിച്ചൺ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തരുന്നേ ഷുവർ, ഉറപ്പായിട്ടും തല തിരിച്ചിട്ടാണെങ്കിലും ഞാൻ തരും. പിന്നെ വീട്ടിലെ ഇടയ്ക്ക് മാത്രം സന്ദർശിച്ച് പോകുന്നൊരു സ്ഥലം ആയതുകൊണ്ട് ഈ പാത്രങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ചിരുന്ന് തപ്പിപ്പിടിക്കാൻ കുറച്ച് സമയം പോയി. അല്ലാത്ത കാര്യത്തിലൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, ഈ തേങ്ങ ചിലവ് വരെ ഇപ്പം ഞാൻ പ്രോവാ. പിന്നെ അല്ല, ഇതിൽ കൂടുതൽ അഭിമാനിക്കാൻ എന്ത് വേണം? ചേടാ, ഇത്രത്തോളം പറഞ്ഞു വന്നിട്ടും എന്താ ഞാൻ ഉണ്ടാക്കുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആക്കിയിട്ടാണല്ലോ ഞാൻ ഇതിട്ടത്. സോ അതിനനുസരിച്ചുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം തന്നെ ഉണ്ടാക്കണ്ടേ. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ വെറൈറ്റിയാണ്. കാരണം എൻ്റെ പോരാളിയുടെ ഇതുവരെയുള്ള കിച്ചൺ കരിയറിൽ ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ അത് ഇതാണ്. അതെന്താ അങ്ങനെ? ഉണ്ടാക്കാൻ നല്ല പണിയാണോ? ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഈ മൈദപ്പൊടിയില്ലേ, അത് യൂസ് ചെയ്തിട്ട് ഒരു ഡോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സമോസൊക്കെ യൂസ് ചെയ്യുന്ന ഫില്ലിങ്സ് ഇല്ലേ, അതും മയണൈസും പിന്നെ ഒരു ടൈപ്പ് ഓഫ് ചട്നിയും കൂടി വെച്ച് റാപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ സംഭവം സെറ്റ്. പിന്നെ എന്താ പ്രശ്നം? ടേസ്റ്റ് ബോറാണോ? നോ നെവർ. അടിപൊളി ടേസ്റ്റാണ്. 100 കൊടുക്കാം. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഫോൾഡിങ് ഉണ്ടല്ലോ, അതൊന്ന് പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് ഇതുപോലത്തെ തൃശ്ശൂർ പൂരം എടുക്കും. ഇതൊക്കെ ചെറുത്, ഇതിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നു. ഫോൺ പിന്നെ ഫ്രൈ ആയി പോകണ്ട വെച്ചിട്ട് അതൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് കുറച്ച് നല്ല രീതി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ കഴിച്ചിട്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.